തിരുവനന്തപുരം നഗരം സമരവലയത്തിലാകും മുമ്പേ പുലർച്ചെ തന്നെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സെക്രട്ടേറിയറ്റിനുള്ളിൽ പ്രവേശിച്ചു. ഇതിനായി കന്റോൺമെന്റ് ഗേറ്റിലേക്കുള്ള വഴി നേരത്തെ തന്നെ പോലീസിന്റെ കനത്ത സുരക്ഷാവലയത്തിലാക്കിയിരുന്നു. ആദ്യഘട്ടത്തിൽ സമരാനുകൂലികൾ കുറവായതും മന്ത്രിമാർക്ക് തടസ്സമില്ലാതെ സെക്രട്ടേറിയറ്റിലെത്താൻ സഹായകമായി. ഉപരോധ സമര സാഹചര്യം വിലയിരുത്താനാണ് പ്രത്യേക മന്ത്രിസഭായോഗം ചേർന്നത്. സമാധാനപരമായാണ് നിലവിൽ സമരം പുരോഗമിക്കുന്നതെന്നാണ് മന്ത്രിസഭായോഗത്തിന്റെ വിലയിരുത്തൽ. തൽക്കാലം സമരത്തിന് നേരെ പ്രകോപനപരമായ നടപടികൾ വേണ്ടെന്നും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. സമരം ഏത് രീതിയിൽ മുന്നോട്ടു പോകുമെന്ന് കാത്തിരുന്ന് കണ്ട ശേഷം നിലപാടെടുത്താൽ മതിയെന്നാണ് സർക്കാരിന്റെ തീരുമാനം. മന്ത്രിമാർ സെക്രട്ടേറിയറ്റിൽ തങ്ങിപ്പോലും പ്രകോപനം സൃഷ്ടിക്കേണ്ടെന്ന് മുഖ്യമന്ത്രിയും നിർദ്ദേശം നൽകി. മന്ത്രിസഭായോഗത്തിന് ശേഷം മടങ്ങുമ്പോൾ മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം തടയാൻ സമരാനുകൂലികൾ ശ്രമിച്ചത് ബേക്കറി ജംഗ്ഷനിൽ നേരിയ സംഘർഷത്തിനിടയാക്കി. പിന്നാലെ എത്തിയ മന്ത്രിമാരായ പി.കെ. കുഞ്ഞാലിക്കുട്ടി, കെ.എം. മാണി, വി.എസ്. ശിവകുമാർ എന്നിവരെ വഴിയിൽ തടഞ്ഞു. സെക്രട്ടേറിയറ്റിലേക്ക് തിരികെ പോയ മന്ത്രിമാർ പിന്നീട് കനത്ത സുരക്ഷാ വലയത്തിലാണ് മന്ത്രിമന്ദിരങ്ങളിലേക്ക് പോയത്. നിലവിലെ സാഹചര്യം വിശദീകരിക്കാൻ മുഖ്യമന്ത്രി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ച മുഖ്യമന്ത്രി പതിവ് നിലപാട് തന്നെയാണ് വ്യക്തമാക്കിയത്. ഞാൻ ഇന്ന് വൈകുന്നേരം നിങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യവും വിശദീകരിക്കാം. ഞാൻ ഉത്തരവാദിയല്ല. അഭിമുഖങ്ങൾ വന്നതിനകത്ത് സംസ്ഥാനത്തെ പൊതുവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്. ഇന്നും ആ കാര്യങ്ങൾ ചർച്ച ചെയ്തു. സ്വാഭാവികമായും ഇന്നത്തെ ഈ പ്രശ്നവും ആ ചർച്ചയിൽ വരും. ഉപരോധം ശക്തമായതോടെ സെക്രട്ടേറിയറ്റിലെ ഹാജർ നിലയും കുറഞ്ഞു. 30% താഴെ ജീവനക്കാരാണ് ഹാജരായത്. സെക്രട്ടേറിയറ്റിലേക്ക് വന്ന പല ജീവനക്കാർക്കും അകത്തു പ്രവേശിക്കാനും കഴിഞ്ഞില്ല. സോളാർ കേസിൽ ജുഡീഷ്യൽ അന്വേഷണം ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ മന്ത്രിസഭായോഗം കൈക്കൊണ്ടില്ല. സെക്രട്ടേറിയറ്റിന്റെ പ്രവർത്തനം പൂർണ്ണതോതിൽ സ്തംഭിക്കാത്തതുകൊണ്ട് സമരത്തെ തൽക്കാലം നേരിടേണ്ട എന്ന് തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. വരും ദിവസങ്ങളിൽ സമരത്തിന്റെ ആവേശം കുറയുമെന്നും സർക്കാർ കണക്കുകൂട്ടുന്നു. ആർ. അനന്തകൃഷ്ണൻ, തിരുവനന്തപുരം, ഇന്ത്യ വിഷൻ.